ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് റത്താണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ രണ്ടും ഉണ്ടാക്കാം. ഇത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് തന്നെ നമ്മൾ റൗണ്ട് ചെയ്യുന്നതാണ് നമുക്ക് റത്തായിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് 2.5-ലും 3.5-ലും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 3.5 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം 40 ചെയിനാണ് ഞാൻ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിനകത്തും 4 ഹാഫ് ഡബിൾ ക്രോഷയാണ്. അപ്പോഴാണ് ഇതിങ്ങനെ റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റിച്ചിനകത്ത് ചെയ്യാണ്. 1 ഹാഫ് ഡബിൾ ക്രോഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് എടുക്കുമ്പോഴത്തേക്കും 3 സ്റ്റിച്ച് ഉണ്ടായിരിക്കും. അത് 3-നകത്തും കൂടെ നമ്മളിങ്ങനെ എടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ചുറ്റിയിട്ട് സ്റ്റിച്ചിൽ കൊടുത്തിട്ട് എടുക്കുമ്പോൾ 3 ചെയിനും കൂടെ ഒന്നിച്ചെടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഇങ്ങനെ 4 എണ്ണം ഒരു ചെയിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ചെയിനകത്തും ഇനി വരെയുള്ള ഓരോ ചെയിനകത്തും ഇപ്പോൾ ഒരു ചെയിനിലെ കഴിഞ്ഞു, അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ചെയിൻ സ്റ്റിച്ചിനകത്തും നമ്മൾ ആദ്യം ചെയ്ത ഓരോ ചെയിൻ സ്റ്റിച്ചിനകത്തും നമ്മൾ 4 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. കനം കുറഞ്ഞ യാണാണെങ്കിൽ 5 ചെയ്യാം, 4 സിംഗിൾ ക്രോഷ ചെയ്യാം, 4 ഡബിൾ ക്രോഷ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഹാഫ് ഡബിൾ ക്രോഷയാണ് കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യുന്നത്. അതുപോലെ 40-ന് വരെ 50 എടുക്കാം. 50 എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വലുതായി പോകും, ഇതുപോലെ വരും. ഇത് 50 ചെയിനാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കുള്ള ഷേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടത്തില്ല. ഇത് കുറച്ച് തിക്കായിട്ടുള്ള യാണായതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഷേപ്പ് ഇരിക്കുന്നത്. വളരെ തിന്നാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പം നമുക്ക് എപ്പോഴും 40 ചെയിൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇതുപോലെ ഓരോ സ്റ്റിച്ചിലും 4 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മുഴുവനും ചെയ്തിട്ട് വരാം. ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ യാണിലേക്ക് എടുക്കാം. അപ്പം നമ്മൾക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊന്നും ആയിരിക്കില്ല കിട്ടുന്നത്. പക്ഷേ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ടായിട്ടങ്ങ് വന്നോളൂ. നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പഫി ആയിട്ടുള്ള നല്ല യാണാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ റൗണ്ട് ചെയ്ത് വരും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളുടെ റെഡ് കളറും അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ യാൺ രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ചേർത്ത് കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ചുറ്റി കൊടുക്കാൻ പ്രയാസമാണ് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് പിന്നെ രണ്ടാമത്തേതെടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഫുള്ള് കെയറും ചെയ്ത് വന്നാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇടയ്ക്ക് കയറ്റിയാൽ മതി. കെയറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചുമ്മാ ചുറ്റി കൊടുക്കുക. പിന്നെ യാണിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ നീളത്തിന് കൂടുതലും കുറവുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നീളത്തിൽ വരുന്ന യാണ് അതിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഒരു 35 ചെയ്താൽ മതി. നീളത്തിൽ വരുന്നതാണ്, നീളം കുറച്ച് വരുന്നതാണ് 14 ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. ഓരോന്നിൻ്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും അതിൻ്റെ നീളത്തിനകത്ത് വ്യത്യാസം കാണും. അപ്പോൾ ഇതിനകത്ത് റെഡ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോലെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നല്ലതുപോലെ ചെറുതായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് നല്ലതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ തന്നെ തൂക്കാം. പിന്നെ വേണമെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഇത്രയും ഭാഗത്തൊരു ചെറിയ നൂൽക്കമ്പി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് മറ്റേ ക്രിസ്മസ് ഫാദറിൻ്റെ ഇതിനകത്തൊക്കെ കാണിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇത് ഇവിടെ ഇത്രയും ഭാഗത്തൊരു നൂൽക്കമ്പി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിസ്മസ് ഫാദറിൻ്റെ വടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ നൂൽക്കമ്പി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല
നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത്, വൃത്ത് തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഞാൻ വൃത്തമായിട്ട് ഉണ്ടാക്കണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അറ്റം വരെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം. മടക്കിയിട്ട് നമുക്ക് ഈ നൂലിൽ തന്നെയോ അല്ലെങ്കിൽ വേറൊരു നൂലിട്ടിട്ടോ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ നൂലിൽ തന്നെ ചെയ്താലും മതി. ഈ യാണ് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു യാണ് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ബോ ഉണ്ടാക്കിയിട്ട് ഇതിൽ നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഈ ബോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ ഈസിയാണത്. ഇതിനകത്ത് നമുക്കൊരു മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഈ താഴത്തേനകത്തെ ഈ യാണിൻ്റെ അടിയിൽ കൂടെ പോയി ഈ യാണിങ്ങനെ വലിച്ച് ഇങ്ങനെ മോളിൽ കൊണ്ടുവരിക. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാണ് മാജിക് റിങ്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് 3 ചെയിൻ കൊടുക്കാം. 2 ചെറിയത് മതിയെങ്കിൽ ഈ സൈസ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്ത് തന്നെ കാണിച്ചു തരാം. 2 ചെയിൻ എടുത്തിട്ട് നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 4 പീസ് ചെയ്ത് കൊടുക്കാം. 1 2 3 4. ഓക്കെ, ഇനി നമുക്ക് സാധാരണ പെറ്റൽസ് ഒക്കെ ചെയ്യുന്നത് പോലെ 2 ചെയിൻ എടുത്തിട്ട് താഴെ ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഒരു പെറ്റലായി. ഇതുപോലെ തന്നെ ഇനി ഒരു പെറ്റലും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേയിലുള്ള ബോ എന്ന് പറയുന്നത്. നമുക്ക് 2 ചെയിൻ എടുത്തു, 4 BC ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ എടുത്തുകൊണ്ട് അതവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ബോയ്ക്കകത്ത് സാധാരണ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ചുറ്റിയിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഈസിയസ്റ്റ് ബോ. ഇനി നമ്മൾ ഈ ചെയ്ത് വെച്ചതിനകത്തോട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ഈ ലാസ്റ്റ് വരുന്ന ഇത് തന്നെ മതി നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പം ഇത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സെയിം ഹാങ് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. തയ്ച്ച് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ക്രിസ്മസ് റെത്തും അതിൻ്റെ തന്നെ ഹാങ്ങിങ്ങും ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. അതുവരേക്കും ബൈ.